ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾ എക്സാം ഹാളുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കി നിങ്ങൾ ഒടുവിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമന്റ് ചെയ്യണം താങ്ക്സ് എന്ന്. കാരണം അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾ, ഇപ്പോൾ +1 ഇംഗ്ലീഷ് ആണെങ്കിലും SSLCയുടെ മലയാളം ആണെങ്കിലും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തിയററ്റിക്കലായിട്ടും അല്ലാതെയുള്ള മാത്തമെറ്റിക്കൽ ഉൾപ്പെടെയുള്ള സബ്ജക്ട്സിന് പലരും പറയുന്ന ഒരു കാര്യമാണ് സമയം തികയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സമയം തികയാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് സൊല്യൂഷനോട് കൂടി സോൾവ് ചെയ്യാം എന്നും ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് ഈ സമയത്തിന്റെ പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ നിമിഷം കൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിജയാശംസകൾ ഈ ഒരു എക്സാം ടൈമിൽ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. 2 തരത്തിലുള്ള സമയത്തിന്റെ പ്രശ്നമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതിലൊന്നാമത്തേത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയിൽ എഴുതി ഫലിപ്പിക്കാനുള്ള സമയം തികയാതെ വരുന്നു. അതായത് ഒരുപാട് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് എത്രമാത്രം എഴുതണമെന്നോ എന്തൊക്കെ എഴുതണമെന്നോ അറിയാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ ധാരണയൊന്നുമില്ല, പക്ഷേ എല്ലാം ഏകദേശമൊക്കെ അറിയാം, എഴുതി വരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ സമയം തികയാതെ പോകുന്നു. ഇത് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസും മലയാളവും ഇംഗ്ലീഷും പോലുള്ള സബ്ജക്റ്റുകൾക്ക് പല വിദ്യാർത്ഥികൾക്കും പല ക്ലാസ്സുകാർക്കും സംഭവിക്കുന്നതുമാണ്. അപ്പോൾ ഇതിനെ 2 രീതിയിൽ ടാക്കിൾ ചെയ്യാം. അതിലൊന്നാമത്തേത്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകണം ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് താൻ ആൻസർ എഴുതാൻ പോകുന്നു, ഏത് ഓർഡറിൽ ആൻസർ എഴുതാൻ പോകുന്നു. ഈ ധാരണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അതിനാണ് നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മുന്നിൽ കിട്ടുന്ന കൂൾ ഓഫ് ടൈം 10-15 മിനിറ്റ്. ഈ 10-15 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. കാരണം നിങ്ങൾ ആ ഒരു പരീക്ഷ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യനും ഒരു തവണയെങ്കിലും വായിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി എന്നുണ്ടാകും തിരഞ്ഞെടുത്ത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അണ്ടർലൈനിങ്ങും ചെയ്ത് വെക്കുക. ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് എളുപ്പം, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, ആൻസർ എഴുതാം എന്ന് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി ഏത് ഓർഡറിൽ എഴുതും? കാരണം ചിലർ ഈ 6 മാർക്കിൻ്റെയൊക്കെ essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആദ്യം എഴുതി അങ്ങ് വാരി വലിച്ച് എഴുതി പിന്നീട് 1 വേർഡൊക്കെ സ്കിപ്പ് ചെയ്യുന്ന പല വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, മാർക്കൊക്കെ അങ്ങ് വിടുക. നിങ്ങൾക്ക് എളുപ്പമാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ എഴുതുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ കൺട്രോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കും ഇത്രയൊക്കെ എഴുതിയാൽ മതി എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ അവസാനം കൂടുതൽ സമയം അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസിനെ കിട്ടുകയും നിങ്ങൾക്ക് കൂടുതൽ ബ്രെയിൻ സ്റ്റോം ചെയ്തും ഓർത്തെടുത്തും കാര്യങ്ങൾ എഴുതാനുള്ളൊരു കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് എവിടെയാണെന്ന് അറിയോ? അവസാനത്തെ ഒരു 5 മിനിറ്റിന് മുമ്പെങ്കിലും നിങ്ങൾ എഴുതി തീർത്താൽ മാത്രമാണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ, കൃത്യമായിട്ടുള്ളതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടോ, ഫിഗർ വരച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നോക്കാൻ പറ്റും. ചിലരെന്താണ്, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് പിന്നീട് എഴുതാമെന്ന് സ്പേസ് ഇട്ടിട്ട് പിന്നീട് അങ്ങ് എഴുതി പോകും. അവസാനം ടീച്ചർമാർ വന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് അത് കെട്ടി പേപ്പർ കൊടുക്കുന്നത്. പിന്നീട് ആലോചിക്കുമ്പോഴാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, എഴുതിയിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ അതവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് എന്നൊക്കെയുള്ള ഒരുപാട് മിസ്റ്റേക്സ്. ഇനി ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ എഴുതുമ്പോൾ ഇപ്പം 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് 2 പേജ് 3 പേജ് എഴുതി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. സോഷ്യൽ സയൻസിന് തന്നെ 6 മാർക്കിന് ചോദിക്കുമ്പോൾ 6 പേജ് എഴുതേണ്ട കാര്യമുണ്ടോ? ഇപ്പം ചിലർ അഡീഷണൽ ആൻസർ ഷീറ്റൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു തുരയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കൃത്യമായിട്ടുള്ള പോയിന്റ്സ്, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 പോയിന്റ്സ്, 3 മാർക്കിൻ്റെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5-6 പോയിന്റ്സ്, അത് മതി. ഇപ്പോൾ ഒരു ജസ്റ്റിഫൈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻസ്റ്റന്റ് എഴുതുക, അതിനുള്ള കാരണം എഴുതുക, തീർന്നു ഓടെ. ഡയറി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 പേജിൽ നിർത്തുക. ആ ഫോർമാറ്റിന് മാർക്കുണ്ട്, അതിനകത്തുള്ള കണ്ടന്റിന് മാർക്കുണ്ട്, തുടക്കത്തിന് മാർക്കുണ്ട്, ഒടുക്കത്തിന് മാർക്കുണ്ട്. അപ്പോൾ അനാവശ്യം ഏത് ആവശ്യം ഏത് എന്ന് അറിയാനുള്ള ഒരു വിവേചന ബുദ്ധി കൂടി പരീക്ഷാ ഹോളിൽ നമ്മളെ കൃത്യമായിട്ട്, അത് യുക്തിബോധമാണ്, അത് ചെയ്യണം. അല്ലാതെ ഒരുപാട് എഴുതിയിട്ടെന്ന് കരുതി നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അഡീഷണൽ മാർക്ക് തരാനുള്ള സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സ്കീമിൽ അല്ലെങ്കിൽ വാല്യുവേഷൻ സ്കീമിൽ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയുള്ള പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ വരാൻ പോവാണ്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.